കൊണ്ടോട്ടി നഗരസഭ ഏർപ്പെടുത്തിയ പ്രഥമ ഇ അഹമ്മദ് പ്രതിഭാ പുരസ്കാരം ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടികയ്ക്ക് സമ്മാനിച്ചു. ഫുട്ബോൾ പ്രേമികളും കായിക താരങ്ങളും പങ്കെടുത്ത പ്രൗഢഗംഭീര ചടങ്ങിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അവാർഡ് സമ്മാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പരിധിയിൽ ദേശീയ സംസ്ഥാന ശ്രദ്ധ നേടിയ പ്രതിഭകളെ ആദരിക്കുന്നതിന് നഗരസഭാ ഭരണസമിതി ഏർപ്പെടുത്തിയതാണ് മുൻ കേന്ദ്രമന്ത്രി ഇ അഹമ്മദിന്റെ പേരിലുള്ള പ്രതിഭാ പുരസ്കാരം. ഏതായാലും അഹമ്മദ് സാഹിബിനെ പോലുള്ള ഒരു പ്രതിഭയുടെ സ്മരണാർത്ഥം നമ്മൾ ഏർപ്പെടുത്തിയ ഈ അവാർഡ് ഏറ്റവും യുക്തമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആദ്യം നൽകാൻ കഴിയുന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. വളരെ താഴെ തട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അദ്ദേഹത്തെ ഇവിടെ അജ്മൽ മാഷുണ്ട്. ഈ സ്കൂളിൽ സ്പോർട്സ് ഉണ്ടാകുമ്പോൾ ഹൗസുകൾ തമ്മിലാണ് മത്സരം. ഒരു ഹൗസിൽ ഈ ഗ്രീൻ ഹൗസ്, റെഡ് ഹൗസ്, യെല്ലോ ഹൗസ്, അങ്ങനെ വൈറ്റ് ഹൗസ്, അങ്ങനെ ഒരുപാട് ഹൗസുകളാണ് ഗ്രൂപ്പാക്കി ചെയ്യുന്നത്. കളിക്കാരൻ ഇല്ലാത്തത് കൊണ്ട് പകരം നിർത്തിയതാണ് അനസിനെ. ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന അനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, വിദ്യാർത്ഥിയെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുവരികയും ലോകം അറിയപ്പെടുന്ന കളിക്കാരനാക്കുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ എപ്പോഴും പ്രകൃതിയുടെ, ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവില്ല. അതിന് സത്യത്തിൽ ദൈവത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ, അതിന് നിമിത്തമാകാൻ നമ്മുടെ മാഷിന് സാധിച്ചു എന്നുള്ളതാണ്. 4 ലക്ഷം രൂപയും മൊമെന്റോയും പ്രശംസാപത്രവും പുരസ്കാര ജേതാവിന് സമ്മാനിച്ചു. വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് പ്രചോദനവും മാതൃകയുമാണ് നഗരസഭയുടെ ഈ പുരസ്കാരമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ വൈസ് ചാൻസലർ പറഞ്ഞു. സമൂഹത്തിലെ യുവതലമുറയ്ക്ക് അത് വളരെ മാർഗദർശകമായ ഒരു കാര്യമാണ്. കാരണം ഒരു ജീവിതത്തിൽ ഏത് മേഖലയിലായി കഴിഞ്ഞാൽ ആ മേഖലയിൽ നമ്മൾ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ബാക്കിയെല്ലാം വിട്ട് അതിൻ്റെ പിന്നാലെ പോയി അതിൽ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് വരാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ അത്യാവശ്യമായ ഒരു ഗുണമാണ്. അതാണ് ശരിക്കും സ്കൂളുകളിൽ നമ്മൾ കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യം. ഈ പാഠപുസ്തകത്തിലുള്ള അറിവിൻ്റെ അപ്പുറത്ത് അവർ പഠിക്കേണ്ട ഒരു കാര്യം പെർസ്യൂട്ട് ഓഫ് എക്സലൻസ് പറയും. നമ്മൾ ഏത് മേഖലയിലായി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള വലിയൊരു ലേണിംഗ് പ്രോസസ് ഉണ്ട്. ആ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് കുട്ടികളെ കയറ്റിവിടുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാലിക്കറ്റ് സർവകലാശാല കായിക വകുപ്പ് മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ടി പി അഹമ്മദ് പ്രശംസാപത്രം കൈമാറി. വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റംല കൊടവണ്ടി, സി മിനിമോൾ, കെ പി ഫിറോസ്, സി ടി ഫാത്തിമത്ത് സുഹറാബി, എ മുഹ്യുദ്ദീൻ അലി, കൗൺസിലർമാരായ കോട്ട ശിഹാബ്, കെ സാലിഹ്, ഡോക്ടർ സി ടി അജ്മൽ, സുരേഷ് നീറാട്, മുസ്തഫ മുണ്ടപ്പലം, പ്രഹ്ലാദകുമാർ എന്നിവർ പ്രസംഗിച്ചു. തനിക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ഇതെന്ന് മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നഗരസഭയ്ക്ക് നന്ദി രേഖപ്പെടുത്തിയ അദ്ദേഹം പുരസ്കാര തുകയിൽ നിന്ന് 20,000 രൂപ തിരുവനന്തപുരം CH സെന്ററിന് നൽകുമെന്നും അറിയിച്ചു. നഗരസഭാ പരിധിയിലെ സ്കൂളുകളിലും വിരമിച്ച പ്രധാന അധ്യാപകരെയും വിവിധ തുറകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. എയർ1 ന്യൂസ്, കൊണ്ടോട്ടി.